ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു ഷോർട്ട് ഫിലിം കണ്ടു. നിങ്ങൾ കാണാറുണ്ട് യൂട്യൂബിൽ ഷോർട്ട് ഫിലിം? നല്ല ഷോർട്ട് ഫിലിമാണ്, വീട്ടിൽ പോകുമ്പോൾ കാണുന്നു. ഷോർട്ട് ഫിലിമിന്റെ പേര് പാസിംഗ് എന്നാണ്. പാസിംഗ് 2-3 മിനിറ്റുള്ളൂ. അവാർഡ് വിന്നിംഗ് ഷോർട്ട് ഫിലിമാണ്. ഈ ഷോർട്ട് ഫിലിമിന്റെ കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. അതായത് ഒരു സമ്മാനക്കട, സമ്മാനങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ്. ഒരു വാലന്റൈൻ ഡേയുടെ സാഹചര്യമാണ്. അറിയാലോ, പ്രണയിനികൾ, പ്രണയിതാക്കൾ ഇഷ്ടംപോലെ സമ്മാനം കൊടുക്കുന്ന, സമ്മാനം മേടിക്കുന്ന സമയമാണ്. അപ്പൊ ആ ഒരു വാലന്റൈൻ സീസണിൽ സമ്മാനക്കടയിലേക്ക് ആദ്യം വന്നു നിൽക്കുന്നത് ഒരു പ്രായമുള്ള അപ്പാപ്പനാണ്. 70-75 വയസ്സ് പ്രായം തോന്നിക്കും. അത്യാവശ്യം വലിയ വായുള്ള ഒരു ഇങ്ങനെ ഒരു വെൽത്തിങ്, ഇങ്ങനെ ഇംഗ്ലീഷുകാരൻ നിൽക്കുന്ന ഒരു വേഷം. ഈ പുള്ളിക്കാരൻ സമ്മാനങ്ങൾ നോക്കുമ്പോൾ ഓരോ സമ്മാനം എടുത്തിട്ട് അതിന്റെ താഴെ വില നോക്കുമ്പോൾ കാശ് കൂടാതെ ആളവിടെ നിൽക്കും. വിലയുള്ള സമ്മാനമല്ല ആള് നോക്കുന്നത്. പ്രായം ഇത്രയ്ക്ക് ആയല്ലോ, കൊടുക്കാൻ പോകുന്ന ആയിരിക്കല്ലേ, കുറെ നാളെ പോകുന്നത് ഇത്രയ്ക്കുള്ളൂ. അതുകൊണ്ട് സമ്മാനത്തിന്റെ വില നോക്കി ഇവിടെ വയ്ക്കുക. നിങ്ങൾ സമ്മാനം ഓരോന്നും മാറി പോവാം. ഒരു കാർഡ് കാണാം. കാർഡിലുള്ള നല്ല ക്യാപ്ഷനാണ്, എഴുത്തൊക്കെ സൂപ്പറാണ്, പക്ഷെ അതിന് കാശുണ്ട്. ഇയാളിങ്ങനെ ലുപ്തം പിടിക്കുന്ന സമയത്താണ് ഒരു 30-35 വയസ്സ് പ്രായം ഒരു ചുവൻ പയ്യൻ അവൻ ഈ സമ്മാനക്കടയിലേക്ക് വരുന്നത്. ഈ സമ്മാനക്കടയിലേക്ക് വരുന്നത് ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ്, നല്ല കാണാൻ നല്ല സ്റ്റൈലാണ്. ഇവരിങ്ങനെ കടന്നു വരുന്നത് കാണുമ്പോഴേ സെയിൽസ് ഗേൾസ് അന്തസ്സായിട്ട് വായി നോക്കാം. നോക്കിയേ, ഇതൊരു ഭംഗിയാണ്, ഷുവർ ഇവൻ ആരുടെ ബോയ് ഫ്രണ്ട് ആണോ, അങ്ങനെയൊക്കെ കമന്റ് അടിക്കുകയാണ്. ഈ പയ്യനാണെങ്കിൽ വന്നിട്ട് ഇവൻ ചെയ്യുന്നത്, ഇവൻ ഒരു ബാസ്കറ്റ് എടുത്തിട്ട് ഒരു സമ്മാനമല്ല, വില പിടിച്ച പല സമ്മാനങ്ങൾ ഈ ബാസ്കറ്റിലേക്ക് ഇടണം. അതിങ്ങനെ ഇട്ട് നമുക്ക് ഇത് വീണ്ടും പറയണം, ദൈവമേ ഏത് പെണ്ണിനാണോ ഈ ഭാഗ്യം കിട്ടാൻ പോകുന്നത്, ഇതൊക്കെ സമ്മാനം എടുക്കല്ലേ. ഇത് കാണുന്ന പ്രായമുള്ള അപ്പച്ചൻ പറയുന്നത്, മോനെ നീ എന്നെ കുറച്ച് വർഷം കാത്തിട്ട് നീ എന്നെ പോലെ ആയിക്കോളും, സമ്മാനം വില തോന്നി സമ്മാനം മേടിച്ചു. പിന്നെ ആവേശമാണല്ലോ എന്ന് പറയാണ്. സമ്മാനമൊക്കെ മേടിച്ച് ബിൽ കൗണ്ടറിലേക്ക് വന്ന് ബില്ല് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ബില്ലാണ്, ഡോളർ പേയ്മെന്റ് ആണ്, അമേരിക്കൻ കോണ്ടക്സിലാണ്. നല്ലൊരു ബില്ല് അദ്ദേഹം കൊടുക്കുന്നു. ഏറ്റവും ലാസ്റ്റ് ആ കൗണ്ടറിൽ പോണേക്കാൾ മുമ്പ് ലവിന്റെ ചിഹ്നമുള്ള ഒരു ഹൈഡ്രജൻ ബലൂൺ പൊങ്ങി നിൽക്കുന്നുണ്ട്, അതുകൂടി മേടിച്ചു. ഇയാൾ പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അപ്പാപ്പനും ഒരു ചെറിയ ഫ്ലവർ വേസ് എടുത്തിട്ട് ആളും പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഈ അപ്പാപ്പനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഫോക്കസ് ക്യാമറ അപ്പാപ്പന്റെ മേലേക്കോടെ വരാണ്. അപ്പാപ്പനെ മടങ്ങുന്നു. തൊട്ടടുത്ത് ഒരു അരമതിലുണ്ട്, അരമതിൽ. ഈ അരമതിലിന്റെ അടുത്തുകൂടി അപ്പാപ്പൻ പോകുന്ന സമയത്ത് നേരത്തെ സമ്മാനക്കടയിൽ കണ്ട ആ പയ്യൻ മേടിച്ച ലവിന്റെ ഹൈഡ്രജൻ ബലൂൺ തൊട്ടപ്പുറത്ത് അങ്ങനെ പൊങ്ങി നിൽക്കണം. ഇതെന്താ ആ ഹൈഡ്രജൻ ബലൂൺ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള ചിന്തയിൽ ഈ അപ്പാപ്പൻ ഈ മതിലിനോട് ചേർന്ന് നോക്കിയപ്പോൾ കാണുന്നത് അവിടെ ഒരു സിമിത്തേരിയാണ്. സിമിത്തേരി. ഈ ചെറുപ്പക്കാരൻ പയ്യൻ അവൻ മേടിച്ച സമ്മാനങ്ങളൊക്കെ ഒരു കല്ലറയുടെ മുമ്പിൽ വെച്ചേക്കാണ്. ആ കല്ലറയുടെ ആ ഒരു തൂണിൽ ഈ ലവിന്റെ ചിഹ്നം കെട്ടിവെച്ചിരിക്കുന്നു. ഇവന്റെ ഭാര്യ മരിച്ചുപോയ ഭാര്യയെ ഓർത്തുകൊണ്ട് സ്നേഹത്തോടെ ഈ ഭർത്താവ് സമ്മാനങ്ങൾ വെച്ചതാണ്. ഇത് കാണുന്ന പാടെ ഈ വെല്ലുപ്പിനൊരു നടുക്കം. ഇയാൾ വീണ്ടും തിരിച്ച് അതേ സമ്മാനക്കടയിലേക്ക് പോകും. ആ ഫ്ലവർ വേസ് തിരികെ എത്തിച്ചിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കാശിന് എത്രയോ വലിയ സമ്മാനം മേടിക്കാൻ പറ്റും, ആ സമ്മാനം മേടിച്ച് ഇയാൾ വീട്ടിലേക്ക് പോകണം. ഷോർട്ട് ഫിലിം അവിടെ കഴിഞ്ഞു. പാസിംഗ് എന്ന പേര്. ഇതിന്റെ കമന്റ് വായിക്കുമ്പോൾ ഒരു കമന്റ് ഇങ്ങനെയാണ്: Don't ever be late to give gifts to your near and dear ones. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനം കൊടുക്കാൻ വൈകരുത്. ഒരു പക്ഷേ സമ്മാനം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്തുറപ്പുണ്ടോ ഇന്ന് വീട്ടിൽ ചിലപ്പോൾ ജീവിതപങ്കാളിണ്ടാവും, മക്കളുണ്ടാവും. എന്റെ ഭർത്താവിന് എന്റെ ഭാര്യയ്ക്ക് സ്നേഹത്തോടെ ഞാൻ കൊടുക്കേണ്ട ഒരു ഉമ്മ എന്റെ മക്കൾക്ക് കൊടുക്കേണ്ടത് പരിഗണന, ബഹുമാനം, അതിപ്പോ കൊടുത്തില്ലെങ്കിൽ നാളെ കൊടുക്കാൻ പറ്റുമെന്ന് എന്ത് ഉറപ്പാണ് നമുക്കുള്ളത്?